ആശ്വാസദായകൻ കൂടെയുണ്ട്, ആവശ്യനേരത്തിൽ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതലായ ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് വളരെ ഗൗരവമേറിയ ഒരാശയമാണ് ഈ വാക്കുകൾ കൂടെ തരുന്നത്. ശക്തമായ വചനമാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരിക്കൽ പ്രകാശം ലഭിച്ചു, ദൈവത്തിൻ്റെ ദാനം അനുഭവിച്ചു, ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചു. എന്നാൽ ആ അനുഭവം വിട്ട് പിന്മാറിപ്പോയാൽ എത്രയോ ഭയാനകമായ ശിക്ഷാവിധിയാണ് വരാൻ പോകുന്നത്. ചുട്ടുകളകയത്രയാണ് അതിൻ്റെ അവസാനം. വളരെ ഗൗരവമേറിയ ആശയമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് തരുന്നത്. ഇക്കാലത്തുമുള്ള ക്രൈസ്തവ സഭകൾക്ക് വീണ്ടും വീണ്ടും ചിന്തിക്കുവാനുള്ള വക തരുന്ന ഒരു വാക്യമാണിത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ഒരിക്കൽ പ്രകാശം ലഭിച്ചു, ദൈവിക പ്രകാശം ലഭിച്ചു, ഒരു മാനസാന്തരം ലഭിച്ചു, ദൈവത്തിൻ്റെ ദാനം എന്ത് എന്ന് ഗ്രഹിച്ചു, അനുഭവിക്കാൻ കഴിഞ്ഞു, സ്വർഗീയ ദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. വലിയൊരു അനുഭവമാണ് കിട്ടിയത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും അറിയാൻ വയ്യാത്ത സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ശക്തമായി പകർന്നു തന്നു. നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ആദ്യം യെരൂശലേമിലും യഹൂദിയ എല്ലായിടത്തും പിന്നെ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറയുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. ശക്തി ലഭിക്കുക എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായൊരു പ്രവൃത്തിയാണ്. ശക്തി ലഭിച്ചു. നമുക്ക് അനേകം പേർക്ക്, മാനസാന്തരപ്പെട്ടവർക്ക് അന്ന് ശക്തി ലഭിച്ചു. നമ്മുടെ പാവങ്ങളുടെ മേലൊരു ജയം ലഭിച്ചു. കോപം പണ്ട് വന്നതുപോലെ ഇപ്പോൾ കോപം വരുന്നില്ല. പണ്ട് കലഹിച്ചതുപോലെ ഇപ്പോൾ കലഹസ്വഭാവം വരുന്നില്ല. പണ്ട് ചീത്ത ശീലങ്ങളുണ്ടായിരുന്നു, ആ ശീലങ്ങളെല്ലാം വിട്ടു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അത്യന്തം തേജോമയമായൊരു അനുഭവം നമുക്ക് പലർക്കും ഉണ്ടായിരുന്നു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചു. വചനത്തിൻ്റെ മാധുര്യം നമുക്ക് നുകരാൻ കഴിഞ്ഞു. മാധുര്യം നുകരുക അതൊരു ഭാഗ്യാനുഭവമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ വചനവും നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി, വരാനിരിക്കുന്ന ഇനിയും മരണശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജോമയമായ സ്വർഗരാജ്യത്തിൻ്റെ ശക്തി ഇവിടെ വെച്ച് അതിൻ്റെ ഫോർ ടേസ്റ്റ് കിട്ടി, അതിന് മുൻകൂട്ടിയുള്ള രുചി കിട്ടി. നാം സ്വർഗത്തിലെത്തിയില്ല, നാം സ്വർഗമണ്ഡലത്തിൽ എത്തിയില്ല, ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നു. പക്ഷേ ആ സ്വർഗീയ ശക്തി എന്ത് എന്ന്, സ്വർഗീയ തേജസ് എന്ത് എന്ന് നമുക്കൊന്ന് നുകരുവാൻ കഴിഞ്ഞു, നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അത് വളരെ ഭയാനകമായൊരു കാര്യമാണ്. ഇതെല്ലാം ലഭിച്ചിട്ടും പിന്നെയും പുറകോട്ട് പോയാൽ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ലഭിച്ചിട്ടും പിന്നെയും പിന്മാറിപ്പോയാൽ സംഭവിക്കുന്നതാണ്, തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും. ഒരിക്കൽ ക്രൂശിന്മേൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വീണ്ടും ക്രൂശിക്കുന്നവരായിത്തീരും. ക്രിസ്തു ക്രൂശിൽ സഹിച്ച വേദന പോലെ കിടന്ന് പിടയുന്ന വേദന കർത്താവ് അനുഭവിക്കേണ്ടി വരും. തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട്
കർത്താവിന് ലോകത്തിന് മുമ്പിൽ അപമാനം വരുന്നു. മനുഷ്യ കർത്താവിനെ അപവാദം പറയാനിട വരുന്നു. കർത്താവിനെ നിന്ദിക്കാനിട വരുന്നു. ഇവനല്ലേ വലിയ ഭക്തനായി നടന്നവൻ, ഇവളല്ലേ വലിയ വിശ്വാസിയായി ജീവിച്ചവൾ, എന്തായി ഇപ്പോഴെന്തായി? ആളുകൾ പരിഹസിക്കുന്നു, പിശാച് പരിഹസിക്കുന്നു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. വളരെ ഭയാനകമായൊരു വാക്കാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ മാനസാന്തരപ്പെട്ട കാലങ്ങളിൽ ഈ വാക്യം വായിച്ച് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നിടത്തോളം എൻ്റെ മനസ്സിൽ വലിയ വെപ്രാളം വന്നിട്ടുണ്ട്. പിന്മാറിപ്പോയാൽ വലിയ അപകടമാണല്ലോ, പുറകോട്ട് പോയാൽ വലിയ അപകടമാണല്ലോ. ആളുകൾ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ കർത്താവിൻ്റെ വേലയിൽ നിന്നും പുറകോട്ട് മാറിയാലോ, സമൂഹത്തിലുണ്ടായിരുന്ന വിലയും നിലയും പോകുന്നു. എന്നാൽ ഈ കർത്താവിൻ്റെ വേലയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ എനിക്ക് പഴയ ആ വലിയ പ്രതാപവും പഴയ ആളുകളുടെ ആഭിമുഖ്യവും ലഭിക്കുമല്ലോ എന്നെല്ലാമുള്ള ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ കാലങ്ങളിൽ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ ഒരു വാക്യമാണിത്. ഒരിക്കലും പിന്മാറിപ്പോകരുത്. കിട്ടിയ വരങ്ങൾ, കിട്ടിയ സ്വർഗീയ ദാനങ്ങൾ അത് ആസ്വദിച്ചതാണ്, അതിൻ്റെ അനുഭവം എനിക്ക് ലഭിച്ചതാണ്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ തിരികെ കിട്ടാൻ വളരെ ദുഷ്കരമാണ്, വളരെ പ്രയാസമാണ്. അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് വളരെ കർക്കശമായ ഒരു ദൂതാണ്. പിന്നെയും മാനസാന്തരത്തിലേക്ക് വരിക എന്നുള്ളത് തുലവും ദുഷ്കരമാണെന്ന് ഞാൻ പറയട്ടെ. കഴിവുള്ളതല്ല എന്ന് അപ്പോസ്തലൻ പറഞ്ഞത് ഞാൻ തിരുത്താൻ എനിക്ക് അർഹതയില്ല, അതിനെനിക്ക് യോഗ്യതയില്ല. പക്ഷേ ഈ കൃപായുഗത്തിൽ വാസ്തവത്തിൽ ഇന്ന് എന്തെല്ലാം തെറ്റുകളിലേക്ക് പിന്മാറി പോയെങ്കിലും നമുക്ക് തിരികെ വരാൻ ഒരു ചാൻസ് കർത്താവ് തന്നിട്ടുണ്ട്, ഒരു സെക്കൻഡ് ചാൻസ് കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ രണ്ടാം അരുളപ്പാട് നമുക്ക് തരുന്നുണ്ട്. വീണ്ടും കർത്താവ് നമുക്കൊരു അവസരം തരുന്നുണ്ട്, സെക്കൻഡ് ചാൻസ്. കർത്താവ് നമുക്ക് തന്നതായ അനുഗ്രഹങ്ങൾ നാം നഷ്ടപ്പെടുത്തിയെങ്കിലും നല്ല നല്ല ആത്മീയ അനുഭവങ്ങൾ നിങ്ങൾക്ക് പലർക്കും ലഭിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളുടെ അരികത്ത് വന്ന അനുഭവം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് തുടച്ച അനുഭവം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങൾക്ക് മനസ്സിന് വലിയൊരു സ്വസ്ഥതയും സമാധാനം തന്നത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ശാന്തി ലഭിച്ചത് നിങ്ങൾക്കറിയാം. വലിയൊരു സമാധാനം, പരസ്പര ഒരു സ്നേഹം, ഒരിക്കലും കിട്ടിയിട്ടില്ലാത്തതുപോലത്തെ ഒരു ഐക്യം കുടുംബത്തിൽ തന്നെ, നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ കിട്ടിയത് നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണും. എൻ്റെ ദൈവമേ, ഞാനിത് നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ, ഇനി കിട്ടിയ സമാധാനം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ. ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾ എന്ന് ഞാൻ കരുതുന്നതായ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. കർത്താവേ, എനിക്ക് ആ നഷ്ടം, മഹാനഷ്ടം വരരുതേ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പിന്നെ പറയുന്നൊരു ഉദാഹരണമാണ്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികൾ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. പലപ്പോഴും പെയ്ത മഴ ഈ ഭൂമി കുടിക്കുന്നു, മഴവെള്ളം ലഭിക്കുന്നു, ഭൂമി കുളിർക്കുന്നു, ഭൂമിയിൽ നനവുണ്ടാകുന്നു, ആർദ്രതയുണ്ടാകുന്നു. അപ്പോൾ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികൾ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഉടമസ്ഥന് പ്രയോജനമുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം ലഭിക്കും. മഴ സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്, അഥവാ ദൈവം തരുന്നതാണ്. ദൈവം തരുന്ന അനുഗ്രഹമാണ് ഈ മഴ, പരിശുദ്ധാത്മാവിൻ്റെ പെരുമഴ. പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത പ്രവാഹം നമുക്ക് ലഭിച്ചിട്ട് നാം ഈ സ്വർഗീയദാനം ആസ്വദിച്ചതിന് ശേഷം പിന്നീട് നാം മുള്ളും പറക്കാരിയുമാണോ ഒളിപ്പിക്കുന്നെങ്കിലോ ചുട്ടുകളയത്രയേ അതിൻ്റെ അവസാനം. ഇവിടെ നല്ല സസ്യാദികൾ വിളയിക്കുകയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചത്. നല്ല ഫലം കായ്ക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചത്. നമുക്ക് സ്വർഗീയദാനം തന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടുമല്ല, നാം ഒന്നും പ്രാർത്ഥിച്ച് നേടിയതുമല്ല, ഒന്നുമല്ല. ഈ മാനസാന്തരം എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. മാനസാന്തരം, മനസ്സിന് പരിവർത്തനം കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ്. അത് ലഭിക്കുക എന്നുള്ളത് തുലവും ദുഷ്കരമായ കാര്യമാണ്, വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ദാനമായി അതെല്ലാം തന്നു, മാനസാന്തരം തന്നു. ദൈവത്തിലേക്ക് തിരിയുവാനൊരു ആഗ്രഹം നമുക്ക് തന്നു. ദൈവത്തിന് വചനം കേൾക്കാനൊരു കൊതി നമുക്ക് തന്നു. വചനത്തോടുള്ളൊരു ആർത്തി നമുക്ക് തന്നു. വചന ശുശ്രൂഷകളോട് നമുക്ക് അടുപ്പം തന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഓർക്കൂ, ഇതെല്ലാം നമുക്ക് ലഭിച്ചതിന് ശേഷം പിന്നെയും നാം നല്ല ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് നാം പാത്രമായി തീരും. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ മേൽ വരും.
അതാണ് പറഞ്ഞത്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികൾ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഫലപ്രദമായ വിളവെടുക്കുവാൻ തക്കവണ്ണം നല്ല വിളവെടുപ്പ് കിട്ടുമെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം. നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ ഉൽപ്പാദിക്കപ്പെട്ടിട്ടുണ്ടോ? ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിൻ്റെ ഫലങ്ങൾ അത് നമ്മിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെയും സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? സൗമ്യത ഉണ്ടായിട്ടുണ്ടോ? സമാധാനം ഉണ്ടായിട്ടുണ്ടോ? നാം നല്ല നല്ല ഫലങ്ങൾ വിളയിച്ചിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വഴക്കില്ലേ? ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ലേ? ഇന്നും മാതാപിതാക്കളും മക്കളും തമ്മിൽ ശണ്ടയില്ലേ? ഇന്നും കുടുംബത്തിൽ കലഹമില്ലേ? ഇന്നും സ്വൈരക്കേടുണ്ടാകുന്നില്ലേ? പലപ്പോഴും ശാപവാക്കുകളും പ്രാകുന്ന വാക്കുകളും ഉണ്ടാകുന്നില്ലേ? മനസ്സിലെങ്കിലും ശവിച്ചു പോകുന്ന വാക്കുകൾ വരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം എന്ന് പറയുന്ന ഭയാനകമായ ഒരു ശിക്ഷാവിധിയെക്കുറിച്ച് നമുക്ക് ബോധം തരുന്ന കാര്യങ്ങളാണ്. ഭയാനകമായ ശിക്ഷാവിധി വരുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന സകലത്തിനും അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സകല തിന്മയ്ക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഓരോരുത്തരും അവനവൻ തന്നെത്താൻ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് ഭാഗം വെളിപ്പെടേണ്ടതാകുന്നു. ഒരു ദിവസം വെളിപ്പെടേണ്ടി വരും. ഈ അവൻ നമ്മുടെ കർത്താവിൻ രണ്ടാമത്തെ വരവിന് ശേഷം നമ്മുടെ കണക്കുകൾ അവൻ പരിശോധിക്കും. അക്കൗണ്ട് നോക്കുമ്പോൾ അക്കൗണ്ടിൽ കുറവ് വന്നാൽ നമുക്ക് ശിക്ഷാവിധി വരും. കണക്ക് നോക്കുന്നൊരു ദിവസമുണ്ട്. എല്ലാം കൂട്ടി നോക്കുന്നൊരു ദിവസമുണ്ട്. ലാഭവും ഛേദവും രണ്ടും കൂട്ടി നോക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് നമുക്കെല്ലാം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നതെങ്കിൽ ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം. നല്ല ഫലം കായ്ക്കണം. നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം കായ്ക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരിക്കൽ മാനസാന്തരം കിട്ടിയവരല്ലേ? കുറേ നാളത് ആസ്വദിച്ചവരല്ലേ? കുറേ നാളത് അനുഭവത്തിൽ ജീവിച്ചവരല്ലേ? കുറേ നാൾ വചനത്തിന് പിന്നാലെ ഓടിയവരല്ലേ? കുറേ നാൾ എന്ത് വേണമെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ തയ്യാറായിരുന്നവരല്ലേ? എന്നാൽ ഏതെങ്കിലും ചില ഇഷ്ടക്കുറവുകളോ ചില മുഷിച്ചിലുകളോ ഒരുപക്ഷേ കൂട്ടായ്മയിൽ തന്നെ ചിലരോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ കൂട്ടായ്മയുടെ നടത്തിപ്പിനെക്കുറിച്ച് ചില സംശയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ ക്രമം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഭയങ്കരമായ ശിക്ഷാവിധിയാണ് വരുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ സമയം പാഴാക്കരുത്. ആദ്യ വിശ്വാസം നാം പാലിക്കണം. ആദ്യ വചനത്തിലേക്ക് നാം മടങ്ങി വരണം. ആദ്യ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരണം. ആദ്യ ഫലം നാം കഴിക്കണം. ദൈവത്തിന് സ്തോത്രം. ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം, ആദ്യ ഫലം. ദൈവത്തിന് സ്തോത്രം. ആദ്യ വചനം. ഇത് ഈ ഭാഗം 6-ാം അധ്യായം നാം കാണുന്നത് എങ്ങനെയാണ്? ദൈവം അനുവദിക്കുന്ന പക്ഷം നാം ചെയ്യും. 2-ാം വാക്യം വായിക്കാം. നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ആദ്യ വചനം അന്ന് കിട്ടിയിരുന്ന ഒരു ആദ്യ വചനമുണ്ട്. അന്ന് പക്ഷേ പരിജ്ഞാനപൂർത്തി കിട്ടിയിരുന്നില്ല. അന്ന് ഒരു ശിശുവായിട്ട് ജനിച്ചിട്ടേ ഉള്ളൂ. പിന്നീട് ആ കുട്ടി വളരേണ്ടിയിരിക്കുന്നു. വളർന്നു വരേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ശിശുമരണം സംഭവിച്ചിരിക്കുന്നു. ശിശു ജനിച്ചു, വളർന്നു വരേണ്ടതാണ്. എന്നാൽ ശിശുമരണം സംഭവിക്കുന്നു. ആദ്യ വചനത്തിൽ പിന്നെയും നിന്ന് പരിജ്ഞാനപൂർത്തിയിലേക്ക് വരേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അനേകർ ആത്മാവിൻ്റെ ജീവൻ കിട്ടിയതിന് ശേഷം ആത്മാവ് നഷ്ടപ്പെട്ടവരായിത്തീരുന്നു. ആത്മാവ് ചൈതന്യകെട്ടവരായിത്തീരുന്നു. ആത്മാവ് നിർജീവമായിത്തീരുന്നു. ഭയങ്കരമായ അനർത്ഥമാണത്. അതാണ് പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് ഒതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികൾ വിളയിക്കുന്നുവെങ്കിൽ, ഉടമസ്ഥന് ഇഷ്ടമായ സസ്യാദികളെയാണ് ഭൂമി വിളയിക്കുന്നുവെങ്കിൽ, ഹിതമായ സസ്യാദികൾ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. നല്ല ഫലം കായ്ച്ചാൽ ദൈവത്തിന് അനുഗ്രഹം കിട്ടുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനെടുത്തതുമാകുന്നു. ചുട്ടുകളയത്രയേ അതിൻ്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. വളരെ സൗമ്യമായി നോക്കണം. നിങ്ങൾ ഭയപ്പെടാനല്ല, നിങ്ങൾ വെപ്രാളപ്പെടാനല്ല. എന്നാൽ ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആദ്യ വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ആദ്യ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ആദ്യ ഫലം കഴിക്കുവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലം ദൈവം നമുക്ക് ദിനം പ്രതി നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നുകൊണ്ടിരുന്നു. എന്തുമാത്രം വചനമാണ് നമുക്ക് കിട്ടിയത്? ധാരാളം വചനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പഴയ കാലങ്ങൾ മുതൽ നമുക്ക് എത്രയോ ആത്മീയ അനുഗ്രഹത്തിൻ്റെ തേജസ്സുറ്റ വചനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. നാമും അതിൻ്റെ വില മനസ്സിലാക്കിയില്ല, അതിൻ്റെ ഗുണം മനസ്സിലാക്കിയില്ല. കുറേ കാലമെല്ലാം നാം പിടിച്ചു നിന്നു. പക്ഷെ പിന്നെയും പഴയതിലേക്ക് മടങ്ങിപ്പോയി.
പഴയ ജീവിതത്തിലേക്ക് മുടങ്ങിപ്പോയി, പഴയ പാവങ്ങളിലേക്ക് മുടങ്ങിപ്പോയി, പഴയ ചിന്താഗതികളിലേക്ക് മുടങ്ങിപ്പോയി, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് മുടങ്ങിപ്പോയി, ലോകത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് മുടങ്ങിപ്പോയി, ലോക സ്നേഹത്തിലേക്ക് മുടങ്ങിപ്പോയി. അല്ലേ? അങ്ങനെയല്ലേ? അനേകം പേര് പ്രകടമായ പാപത്തിലേക്ക് പോയില്ലായിരിക്കാം, പോയവരും കാണും, പോയില്ലായിരിക്കാം. സ്നേഹിതരെ, നിങ്ങൾ പലരും പ്രകടമായ പാവങ്ങളിലേക്ക് പോയി കാണുകയില്ല. മദ്യപാനം ചെയ്തിരുന്നവരാണ്, പക്ഷേ മദ്യപാനം ചെയ്യുന്നില്ല, നല്ലത്, അത്രയും നിങ്ങൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ വീണ്ടും മദ്യപാനം ചെയ്യാൻ തോന്നിയിട്ടുമില്ല, വളരെ നല്ലത്. അല്ല, അതുപോലെ മറ്റു അനേകം കാര്യങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ കിട്ടിയതാണ്. പക്ഷേ നാം പിന്മാറിപ്പോയില്ലേ എന്ന് ചിന്തിക്കണം. പിന്മാറ്റം വന്നുപോയോ? ബാക്ക് സ്ലൈഡിങ്, പിറകിലേക്കുള്ള പോക്ക്, ബാക്ക് സ്ലൈഡിങ്, പിന്മാറ്റം വന്നുപോയോ? ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, നാം ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീർന്നുവോ? കർത്താവേ, നീ ക്രൂശിൽ പിടഞ്ഞ് വേദനിച്ചതായ വേദന ഞാൻ പിന്നെയും നിനക്ക് തന്നുവോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ അനർത്ഥങ്ങൾ നേടാൻ പോകുന്നുവല്ലോ, ഇത് നാം തിരിച്ചറിയണം. ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം, നരകത്തിയിലേക്ക് ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം, നരകത്തിയിലേക്ക് എറിഞ്ഞു കളയും. പ്രിയപ്പെട്ടവരെ, അവിടെ കരച്ചിലും പല്ലടി ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതേ ആശയം തന്നെ എബ്രായ ലേഖനത്തിൽ, ഇതേ ലേഖനത്തിൽ നമുക്ക് കാണാം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിപ്പാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പലപ്പോഴും നാം പാവങ്ങളേറ്റു പറഞ്ഞു, പക്ഷെ പിന്നെയും അത് തന്നെ ആവർത്തിക്കുന്നു. നമ്മുടെ രക്തത്തിൽ നിന്ന് ആ പാവത്തിൻ്റെ വേര് മാറുന്നില്ല, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ആ പാവം മാറിപ്പോകുന്നില്ല. ആ പാവം വേണ്ട, ഈ പാവം വേണ്ട നമുക്ക് തീരുമാനിച്ചു. ഓരോ പ്രാവശ്യം വചനം കേൾക്കാൻ വരുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, നല്ലത്. പക്ഷേ നാം അതിൽ നിലനിൽക്കുന്നില്ല. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാവം ചെയ്താൽ, ഇത് പാവമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാവം ചെയ്താൽ, ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാവം ചെയ്താൽ, മനഃപൂർവ്വം പാവം ചെയ്താൽ, പാവങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എതിരാളികൾ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. അവർക്ക് വളരെ ഗൗരവമാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിൻ്റെ വചനം തരം താക്കീതാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വാസ്തവമായ പുതിയ വിശ്വാസത്തിലേക്ക് വരണം, പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം, നിങ്ങൾ മടങ്ങി വരണം. വിശ്വാസവാദിയായ യഹൂദയെ നീ മടങ്ങി വരിക, വിശ്വാസത്യാഗിയായ ഇസ്രായേലെ നീ മടങ്ങി വരിക എന്ന് യെശയ്യാവ് പറയുന്നുണ്ട്. വിശ്വാസപാതകം വന്നു, വിശ്വാസത്യാഗം വന്നു, വിശ്വാസം കുറഞ്ഞു, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസങ്ങൾ വരുന്നില്ല, വചനത്തിൽ വിശ്വാസം വരുന്നില്ല, പലതും ചിന്തിച്ചു പോകുന്നു. വചനം പറയുന്നവരെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, വചനം പറയുന്നത് ആരുടെ വചനമാണ് കുറച്ചുകൂടി നല്ലതെന്ന് ചിന്തിക്കുന്നു, ഇങ്ങനെയെല്ലാം താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിട്ടുകളയുക. നിങ്ങൾക്ക് നിർമ്മലമായ വചനം മതിയല്ലോ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് തരുന്ന വചനം മതിയല്ലോ. ആ വചനത്തിൽ നിലനിൽക്കുക. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു, വളരെ അനുഗ്രഹീതമായ അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചു. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാവം ചെയ്താൽ പാവങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ, പാവത്തിന് വേണ്ടിയൊരു യാഗം നടന്നു, ഗോകുൽത്തായിൽ നടന്നതാണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, ആ പാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നടത്തിയ യാഗം. ഇനി ഒരു യാഗവും ശേഷിപ്പില്ല. പാവങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 6-ാം അധ്യായത്തിൽ ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ടുള്ള വാക്യം വായിക്കുകയും ഇവിടെ 10-ാം അധ്യായത്തിൽ ഈ 25-ാം വാക്യത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എന്നുള്ള വാക്യം വായിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഞാൻ ഭയന്ന് പോയിട്ടുണ്ട്, ഞാൻ വിറച്ചു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, അയ്യോ, ഈ മഹാവലിയ അനർത്ഥം എനിക്ക് ഭവിക്കരുതേ, ഈ വലിയ നഷ്ടം എനിക്ക് സംഭവിക്കരുതേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. വളരെ വ്യക്തമായ ധാരണയോട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. കർത്താവേ, അനേകർ വീണുപോയി, അനേകർ പട്ടുപോയി, വഴിമധ്യത്തിൽ അനേകർ വീണുപോയി. വീരന്മാർ പട്ടുപോയതെങ്ങനെ? ദൈവത്തിന് സ്തോത്രം. വീരന്മാർ പട്ടുപോയതെങ്ങനെ? അഗ്രധർമ്മികളുടെ പുത്രിമാർ സന്തോഷിക്കരുതേ, ഫെലിസ്ത്യ പുത്രിമാർ ആനന്ദിക്കരുതേ, ഗത്തിലത് പ്രസിദ്ധമാക്കരുതേ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണും, ഗത്തിലത് പ്രസിദ്ധമാക്കരുത്. ഈ ലോകത്തിൽ ഇങ്ങനെ വീരന്മാർ പട്ടുപോയി എന്നുള്ള കാര്യം പ്രസിദ്ധമാകരുതേ.
അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ, വീഥികളിലിരിക്കുന്നവരുടെ പാട്ടായി മാറരുതേ. ഇന്നവൻ വലിയ ഭക്തനായിരുന്നു, അവൻ വീണുപോയി എന്നുള്ള പാട്ട് പാടി അനേകർ എൻ്റെ കർത്താവിനെ ആക്ഷേപിക്കാൻ ഇടവരരുതേ. ദൈവത്തിന് സ്തോത്രം. വീരന്മാർ പട്ടുപോയതെങ്ങനെ? യുദ്ധമത്തിയെ വീരന്മാർ പട്ടുപോയതെങ്ങനെ? യുദ്ധമത്തിയാണ് പട്ടുപോയത്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പട്ടുപോയത്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ആ വാക്യം വായിക്കാൻ 2 ശമൂവേൽ. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി. വീരന്മാർ പട്ടുപോയതെങ്ങനെ? വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. യുഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ. അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ. ഫെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കരുതേ. ഫെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കരുതേ. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ശത്രു സന്തോഷിക്കേണ്ട വരരുത്, എതിരാളികൾ സന്തോഷിക്കേണ്ട വരരുത്, കർത്താവിൻ്റെ വചനത്തെ എതിർക്കുന്നവർ സന്തോഷിക്കേണ്ട വരരുത്, കർത്താവിൻ്റെ ജനത്തെക്കുറിച്ച് അപവാദം പറയാൻ നോക്കി നിൽക്കുന്നവർ സന്തോഷിക്കേണ്ട വരരുത്. എൻ്റെ കർത്താവേ, വീരന്മാർ പട്ടുപോയെങ്ങനെ? ബലശാലികൾ വീണുപോയതെങ്ങനെ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നാം വ്യക്തമായ ബോധ്യത്തോடு തന്നെ നാം തിരിഞ്ഞു നോക്കണം. എന്താണ് എൻ്റെ അവസ്ഥ? ഞാനിന്ന് സത്യത്തിൻ്റെ വചനം ലഭിച്ച ശേഷം ഞാൻ മനഃപൂർവ്വം പാവത്തിലേക്ക് പോയിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കൂ. വ്യാജം പറഞ്ഞിട്ടുണ്ടോ? വ്യാജം ചെയ്തിട്ടുണ്ടോ? കള്ളക്കച്ചവടം ചെയ്തിട്ടുണ്ടോ? കൊള്ള ലാഭം എടുത്തിട്ടുണ്ടോ? അഴിമതിക്ക് കൂട്ടു നിന്നിട്ടുണ്ടോ? കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? ന്യായം കിട്ടേണ്ടവന് ന്യായം കൊടുക്കാതെ പണത്തിന് വേണ്ടി അന്യായത്തിന് കൂട്ടു നിന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ പറയും, നിങ്ങളതിന് ന്യായങ്ങൾ വല്ലതും പറയും, പല ന്യായങ്ങൾ നിങ്ങൾക്ക് കാണും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ന്യായമൊന്നും യേശുക്രിസ്തുവിന് മുമ്പിൽ വില പോവുകയില്ല, ഒരു ന്യായീകരണം വില പോവുകയില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവം എന്താണ്? മനസ്സിൽ നിങ്ങൾ ആത്മാവിന് വിനയപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവെന്ന വചനങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? കണ്ണുമടച്ച് സ്വീകരിച്ചിട്ടുണ്ടോ? കണ്ണുമടച്ച് വിഴുങ്ങിയിട്ടുണ്ടോ? വചനം, പരിശുദ്ധാത്മാവെന്ന വചനം. കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാക്കി തരണമേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മതി, ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ പറഞ്ഞത് എനിക്ക് പിടികിട്ടുന്നില്ല, എനിക്കത് മനസ്സിലാക്കി തരണമെന്ന് യാചിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ സ്വന്തം നീതിയിൽ ആശ്രയിച്ച് നിന്നു, സ്വന്തം നീതിയിൽ പിടിച്ചു നിന്നു, സ്വന്തം നീതിയിൽ നിങ്ങൾ കടുംപിടുത്തം പിടിച്ചു നിന്നു. എനിക്കൊരു നീതിയുണ്ട്, എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണെന്ന്, ആരാണ് ഞാൻ ദൈവത്തിൻ്റെ കൂടെ അല്ലെന്ന് പറയാൻ അവകാശമുള്ളത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ആത്മാവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന അനേകം ആളുകൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അനേകർ ഈ പരിശുദ്ധാത്മാവിനെ തട്ടി വീണ് കിടക്കുകയാണ്. ഇതാ നിർജ്ജീവമായി കൊണ്ടിരിക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്, മരിക്കാറായി കിടക്കുകയാണ്. മരിക്കാറായ ശേഷിപ്പുകൾ, മരിക്കാറായ ഇതാ സത്യസഭയുടെ ദൂതൻ എഴുതുമ്പോൾ പറയും, മരിക്കാറായ ചാവാറായതിൻ്റെ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ചാവാൻ കിടക്കുകയാണ്, മരിക്കാറായി കിടക്കുകയാണ്, വേഗം ശക്തീകരിക്കുക. ചാവാറായതിൻ്റെ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സത്യസഭയ്ക്കുള്ള ദൂത് ദൈവത്തിന് ആത്മാവ് തരുന്നതാണ്. അനേകരിന്ന് മരിച്ചു കഴിഞ്ഞിട്ടില്ല, പക്ഷേ കഷ്ടിച്ചങ്ങ് മരിക്കാൻ പോകുന്നു. എന്നാൽ ചിലരോട് പറയുന്നു, ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുണ്ടെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എനിക്ക് ജീവനുണ്ട്, എനിക്ക് ആത്മാവുണ്ടെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ നീ മരിച്ചവനാകുമെന്ന് കർത്താവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഒരു പുനഃചിന്തനത്തിന് തയ്യാറാകുമോ? വീണ്ടും ഒന്ന് ചിന്തിക്കുന്നതിന് തയ്യാറാകുമോ? വീണ്ടും ഒന്നുകൂടി ഒന്ന് ഓർക്കുമോ? കർത്താവേ, എനിക്ക് എവിടെയെല്ലാമാണ് കേടുപറ്റിയത്, എവിടെയെല്ലാമാണ് പുഴുക്കേട് പറ്റിയത്, എവിടെയെല്ലാമാണ് എനിക്ക് ഫലം കഴിക്കാൻ പറ്റാതെ പോയത്. നല്ലപോലെ വളർന്നൊരു മരമായിരുന്നു, നല്ല മനോഹരമായി വളർന്ന മരമായിരുന്നു, അതിൽ നല്ല ഫലം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഫലം കഴിക്കാൻ പൂമുട്ടിട്ടതാണ്, പൂമുട്ടുണ്ട് തുടങ്ങിയതാണ്. എന്നാൽ എൻ്റെ കർത്താവെ, നോക്കിയപ്പോൾ പയ്യെ വാടുന്നു, അതിൻ്റെ ഇലകൾ വാടുന്നു, പൂമുട്ട് വാടി താഴോട്ട് ചാഞ്ഞ് നിൽക്കുന്നു. എന്തുപറ്റി? നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അതിൻ്റെ കടയ്ക്കൽ ഒരു പൊത്ത്, അതിൽ പുഴു കയറിയിരിക്കുന്നു. അതിൻ്റെ ഉൾഭാഗം മുഴുവൻ പുഴു അരിച്ച് കുറേശ്ശെ തിന്നുകളഞ്ഞ് ആ മരത്തിൻ്റെ അകം പൊള്ളയായിരിക്കുന്നു. അതിൻ്റെ പൂമുട്ട് കൊഴിഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നല്ലപോലെ വളർന്ന മരമായിരുന്നു. ഇതുപോലെ അനേകം ദൈവമക്കൾ നല്ലപോലെ വളർന്നവരാണ്, നല്ലപോലെ സുഖകരമായ ജീവിതത്തിലേക്ക് വന്നവരാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അനേകരിന്ന് വീണ് കിടക്കുകയാണ്, അനേകരിന്ന് മരിച്ചു പോയിരിക്കുകയാണ്, അനേകർ ചാവാറായി കിടക്കുകയാണ്. ചാവാറായതിന് ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ജീവനുള്ള നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനം തിരിയുക. കർത്താവേ, ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. കർത്താവേ, ആദ്യ വിശ്വാസത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. കർത്താവേ, ആദ്യ ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. കരുണയുള്ള കർത്താവേ, എനിക്ക് ആദ്യ വചനം വീണ്ടും തരണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഒരു പുതിയ അനുഭവം തരണമേ. കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് പോയ പാകപ്പിഴകൾ എൻ്റെ മേൽ കണക്കിടരുതേ. എന്നോട് കരുണ തോന്നണമേ, എന്നോട് ക്ഷമിക്കണമേ. എനിക്കൊന്നു പോയ പാവങ്ങൾ പുറത്ത് എനിക്കൊരു പുതിയ ജീവൻ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്ന് കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടെ നിങ്ങളെ ആഹ്വാനം ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ നിന്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തണയുവാൻ തക്കവണ്ണം ഈ മക്കൾക്ക്
ആത്മീയമായൊരു പ്രചോദനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഉണർത്തണമേ കർത്താവേ. സ്വന്തം അവസ്ഥ കാണുവാൻ എല്ലാവരുടെയും കണ്ണ് തുറക്കണമേ കർത്താവേ. ഇന്നലത്തെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.